വെറും 2 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ചെയ്ത ഒരു ഫുഡ് കാർട്ടാണ് നമ്മുടെ ഈ പുറകെ കാണുന്നത്. നമ്മുടെ യൂണിക്കോൺ കോച്ച് ബോക്സിലാണ് ഇതുവരെ നമ്മൾ ചെയ്തതിൽ ഏറ്റവും ചെറിയൊരു ഫുഡ് കാർട്ട്. 2,20,000 രൂപയ്ക്ക് നമ്മളൊരു ഹെക്സഗൺ ഷേപ്പിലാണ് ഈ ഒരു ഫുഡ് കാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കണ്ടല്ലോ ബാക്കിൽ കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത്. അപ്പോൾ ഇതിന് എന്തൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങോട്ടുള്ള പ്രൊജക്റ്റാണ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. പക്ഷേ നമ്മൾ സ്ഥിരം കാണിച്ചിട്ടുള്ളതിനേക്കാളും ഒരു വ്യത്യസ്തമായ ഷേപ്പ് അല്ലേ? അതെ അതെ, ഒരു ഹെക്സഗണിന്റെ ഷേപ്പിലാണ് ഈ ഒരു കാർട്ട്. ഇത് ഫുഡ് കാർട്ടല്ലേ? ഇത് ഫുഡ് കാർട്ടാണ്. ഇത് എങ്ങോട്ടുള്ളതാണ് അജയ്? ഇത് ആക്ച്വലി ആലപ്പിയിലേക്കാണ്. ആലപ്പിയിലെ കളക്ടറുടെ ഇനിഷ്യേഷനോട് കൂടി സായുജ്യം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ 2 എണ്ണമാണ് ഇപ്പോൾ ഓർഡർ. അവർക്ക് 10 എണ്ണത്തോളം നമ്മൾ ആലപ്പി ജില്ലയ്ക്ക് വേണ്ടി വേണമെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇനിഷ്യലായിട്ട് 2 എണ്ണം. അത് ആ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കെയർ ഫോർ ആലപ്പി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അവരാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. അപ്പം സ്പോൺസർ ചെയ്തിട്ട് സായുജ്യം എന്ന് പറയുന്ന പ്രോജക്റ്റിന് വേണ്ടിയുള്ളതാണ്. വികലാംഗർക്ക് സപ്പോർട്ട് ചെയ്യും, വികലാംഗരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് 2 വർക്ക് കഴിഞ്ഞ് നടക്കുവാണ്. അതെ, 2 ഡെലിവറി ഇത് ഞായറാഴ്ച ഡെലിവറി ഉണ്ടല്ലേ? ഓക്കെ. നമ്മൾ സാധാരണ കാണുന്ന പോലെ നമ്മൾ വലിച്ചുകൊണ്ട് പോകുന്ന ടൈപ്പ് കാർട്ട്. അതെ അതെ. ഇതിപ്പോ ഇവിടെ പ്ലേസ് ചെയ്ത് നമുക്ക് കളക്ടറേറ്റ് വെക്കാനാണോ? അത് ഇല്ല, ഇത് പല സ്ഥലങ്ങളിൽ ഇത് അവര് പ്ലേസുകൾ കണ്ടെത്തി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. മുനിസിപ്പാലിറ്റിയുമായിട്ട് ചേർന്ന് പ്ലേസുകൾ കണ്ടെത്തി ആൾക്കാരെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ. നമുക്ക് എന്തായിരുന്നു അവരുടെ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്? ഇത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ബഡ്ജറ്റഡ് ആയിട്ടുള്ള സാധനം വേണം എന്ന് പറഞ്ഞാൽ ഇത് പലരും സ്പോൺസർ ചെയ്യുന്ന ഒരു സാധനമാണ്. ചായ കച്ചവടമാണ് അവർ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി ഒരു സ്റ്റൗവ്, ഗ്യാസ് വെക്കാനുള്ള സ്ഥലങ്ങൾ ഇവിടെ തന്നെ, പോർഷനിൽ തന്നെ ഗ്യാസ് വെക്കാനുള്ള സ്റ്റവ്, പിന്നെ ഒരു ലൈറ്റിങ്ങിന് വേണ്ടി UPS-ഉം ബാറ്ററിയും ഇത് അവര് ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ അവിടെ കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെ, ഇതിപ്പം മണ്ടയ്ക്ക് ഒരു 100 ലിറ്റേഴ്സിന്റെ വാട്ടർ ടാങ്ക് ഉണ്ട്, ഓൾറെഡി ഉണ്ട്, ഏറ്റവും മേളിലുണ്ട്. ഓക്കെ, അതിന്റെ മേളിലുണ്ട്. അതെ അതെ. അതുപോലെ അതിന്റെ ഫ്രണ്ടിലൊരു ബോർഡും വരുന്നുണ്ട്. ആ ബോർഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കാണത്തില്ല. നാളെ ശരിക്കും പറഞ്ഞാൽ ബോർഡ് ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് മറ്റന്നാള് ബോർഡ്. അതെ അതെ. അപ്പൊ ഇതിന്റെ അടിയില് നമ്മള് വേസ്റ്റ് ടാങ്ക് ഉണ്ട്. അതെ, വേസ്റ്റ് ടാങ്ക് ഉണ്ട്. പിന്നെ വാട്ടർ കണക്ഷന്, ബാറ്ററി, UPS, ഇവിടെ അത്യാവശ്യം ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഈ ഒരു പോർഷനിലുണ്ടല്ലോ. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് 8x4 ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഹെക്സഗൺ ഷേപ്പ് കൊടുത്തതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന പോർഷനിൽ അത്രയും എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടുക. അപ്പം 2 സൈഡിലോട്ടും അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ വന്നപ്പോൾ ഇതൊരു 10x4-ന്റെ കാർട്ടിനകത്ത് നിൽക്കുന്ന ഒരു ഫീൽ വരുന്നുണ്ടല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തത്. നമ്മുടെ ഐഡിയ